ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തേണ്ട മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ്. ഒഡീഷയിലെ ചണ്ഡിപ്പൂരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ച് നടന്ന പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റിൻ്റെ കന്നി പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO വികസിപ്പിച്ചെടുത്ത ഈ പുതിയ റോക്കറ്റ് സിസ്റ്റം 120 കിലോമീറ്റർ അകലെയുള്ള ശത്രു ലക്ഷ്യങ്ങളെപ്പോലും അങ്ങേയറ്റം കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ളതാണ്. യുദ്ധഭൂമിയിലെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ ആയുധം ഇന്ത്യയുടെ തദ്ദേശീയമായ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കങ്ങളും ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ മാറ്റങ്ങളും കണക്കിലെടുക്കുമ്പോൾ ദീർഘദൂര പ്രഹരശേഷിയുള്ള ഇത്തരം മിസൈലുകൾ ഇന്ത്യക്ക് നൽകുന്ന സുരക്ഷാ കവചം ചെറുതൊന്നുമല്ല. ചണ്ഡിപ്പൂരിലെ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചുയർന്ന പിനാക്ക റോക്കറ്റ് അതിൻ്റെ പൂർണ്ണ പരിധിയായ 120 കിലോമീറ്ററും താണ്ടി ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചു. പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം റോക്കറ്റിൻ്റെ സഞ്ചാരപാതയിലുടനീളം ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം വായുവിൽ വിവിധ ഗതിമാറ്റങ്ങൾ വിജയകരമായി നടത്തിയ റോക്കറ്റ് ഒരു ടെക്സ്റ്റ് ബുക്ക് കൃത്യതയോടെയാണ് ലക്ഷ്യസ്ഥാനത്തെ തകർത്തത്. ഗൈഡൻസ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമത ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടു. വെറുമൊരു റോക്കറ്റ് എന്നതിലുപരി ലക്ഷ്യത്തെ കൃത്യമായി പിന്തുടർന്ന് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ബുദ്ധിമാനായ ആയുധമായി പിനാക്ക മാറിയിരിക്കുന്നു. പിനാക്കയുടെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ കാർഗിൽ യുദ്ധകാലത്താണ് ഇതിൻ്റെ പ്രാധാന്യം രാജ്യം തിരിച്ചറിഞ്ഞത്. അന്ന് മലനിരകളിൽ ഒളിച്ചിരുന്ന ശത്രുക്കളെ തുരത്താൻ പിനാക്കയുടെ ആദ്യകാല പതിപ്പുകൾ വലിയ സഹായമാണ് നൽകിയത്. എന്നാൽ കാലം മാറിയപ്പോൾ ശത്രുവിൻ്റെ ഒളിത്താവളങ്ങൾ കൂടുതൽ ദൂരത്തേക്ക് മാറി. ഇതിനെ പ്രതിരോധിക്കാനാണ് DRDO കൂടുതൽ ദൂരപരിധിയുള്ള റോക്കറ്റുകൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചത്. ആയുധ ഗവേഷണ വികസന സ്ഥാപനമായ ARDE ആണ് ഇതിൻ്റെ പ്രധാന രൂപകൽപ്പന നിർവഹിച്ചത്. ഇതിനു പുറമെ ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറി, റിസർച്ച് സെൻറ്റർ ഇമ്രത്ത് എന്നീ സ്ഥാപനങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ് ഈ വിജയത്തിന് പിന്നിൽ. വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഈ ഒത്തുചേരൽ ഇന്ത്യയുടെ ശാസ്ത്രീയമായ ഐക്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് നിലവിൽ സൈന്യത്തിൻ്റെ പക്കലുള്ള പിനാക്ക ലോഞ്ചറുകളിൽ നിന്ന് തന്നെ ഈ പുതിയ റോക്കറ്റും വിക്ഷേപിക്കാൻ സാധിച്ചു എന്നതാണ്. സാധാരണയായി ദൂരപരിധി കൂടുമ്പോൾ ലോഞ്ചറുകളിലും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരാറുണ്ട്. എന്നാൽ പിനാക്കയുടെ കാര്യത്തിൽ ഒരേ ലോഞ്ചർ തന്നെ ഉപയോഗിച്ച് വിവിധ ദൂരപരിധികളിലുള്ള റോക്കറ്റുകൾ തൊടുക്കാൻ സാധിക്കും. ഇത് സൈന്യത്തിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക ലാഭം നൽകുകയും ചെയ്യുന്നുണ്ട്. അതിർത്തിയിലെ കഠിനമായ സാഹചര്യങ്ങളിൽ പുതിയ വലിയ യന്ത്രങ്ങൾ എത്തിക്കുന്നതിനേക്കാൾ നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ കൂടുതൽ ദൂരേക്ക് പ്രഹരിക്കാൻ കഴിയുന്നതാണ് യുദ്ധസമയത്തേക്ക് ഇന്ത്യക്ക് വലിയ മേൽക്കൈ നൽകുന്നത്. ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുന്നതിലെ സങ്കീർണതകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ വിജയത്തെ ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് വിശേഷിപ്പിച്ചത്. ശത്രുവിനെ ദൂരത്തു നിന്ന് തന്നെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വഴി ഇന്ത്യയുടെ പ്രതിരോധ കവചം കൂടുതൽ ശക്തമാവുകയാണ്. ആധുനിക യുദ്ധങ്ങളിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളേക്കാൾ ഉപരിയായി ദൂരത്തുനിന്ന് കൃത്യതയോടെ ആക്രമിച്ച് ശത്രുവിൻ്റെ ആത്മവീര്യം കെടുത്തുക എന്നതാണ് പ്രധാനം. പിനാക്കയുടെ ഈ പുതിയ പതിപ്പ് സൈന്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായി ഇതിനെ നമുക്ക് കാണാം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയ്ക്ക് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം സ്വന്തം മണ്ണിൽ വികസിപ്പിച്ച സാങ്കേതികവിദ്യ ലോക നിലവാരത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. പലപ്പോഴും മിസൈലുകളെക്കുറിച്ചും റോക്കറ്റുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. റോക്കറ്റുകൾക്ക് മിസൈലുകളെപ്പോലെ കൃത്യത ഉണ്ടാകില്ലെന്നതായിരുന്നു പണ്ടത്തെ ഒരു ധാരണ. എന്നാൽ ഗൈഡഡ് സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയതോടെ ഈ വ്യത്യാസം ഇല്ലാതായിരിക്കുകയാണ്. പിനാക്ക ഇപ്പോൾ വെറുമൊരു റോക്കറ്റല്ല, മറിച്ച് കൃത്യമായ ദിശാബോധത്തോടെ ശത്രുവിൻ്റെ ഓരോ നീക്കവും മുൻകൂട്ടി കണ്ട് ആക്രമിക്കാൻ ശേഷിയുള്ള പവർഫുൾ സിസ്റ്റമാണ്. 120 കിലോമീറ്റർ എന്നത് ഒരു വലിയ ദൂരമാണ്. അതിർത്തിയുടെ ഇപ്പുറം നിന്നുകൊണ്ട് തന്നെ ശത്രുരാജ്യത്തെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ തകർക്കാൻ ഇതിലൂടെ സാധിക്കും. ഇത് ഇന്ത്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു വലിയ വിടവ് നികത്തിയിരിക്കുകയാണ്. ഭാവിയിലെ യുദ്ധങ്ങളിൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ ശത്രുവിനെ നിയന്ത്രിക്കാൻ ഇത്തരം ആയുധങ്ങൾ അത്യാവശ്യമാണ്. GPS സഹായത്തോടെയും ഇൻഫ്രാറെഡ് സംവിധാനങ്ങളിലൂടെയും ലക്ഷ്യം കണ്ടെത്താനുള്ള ശേഷി പിനാക്കയെ കൂടുതൽ അപകടകാരിയാക്കുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഇത് പ്രയോഗിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ സൈനിക കരുത്തിനെ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കുന്നു. നമ്മുടെ പ്രതിരോധ ഉൽപ്പാദന മേഖലയിലെ സ്വയം പര്യാപ്തത വിദേശ രാജ്യങ്ങളിലേക്കുള്ള ആയുധ കയറ്റുമതിക്കും വഴി തുറന്നേക്കാം. മറ്റു പല രാജ്യങ്ങളും ഇന്ത്യയുടെ പിനാക്ക സിസ്റ്റത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഗുണമേന്മയ്ക്ക് തെളിവാണ്. ചുരുക്കത്തിൽ പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റിൻ്റെ വിജയം ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. ഇത് കേവലം ഒരു ആയുധ പരീക്ഷണമല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ ഇന്ത്യ നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാനും ശത്രുവിൻ്റെ ഏത് വെല്ലുവിളിയെയും നേരിടാനും ഭാരതം പൂർണ്ണ സജ്ജമാണെന്ന പ്രഖ്യാപനം. വരും വർഷങ്ങളിൽ പിനാക്കയുടെ കൂടുതൽ അത്യാധുനിക പതിപ്പുകൾ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതോടെ ഏഷ്യയിലെ ഏറ്റവും കരുത്തുള്ള പ്രതിരോധ നിരയായി ഇന്ത്യ മാറുമെന്നതിൽ സംശയമില്ല.
ഈ നേട്ടം രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാവുന്നതാണ്.